ജയറാം ശാലിൻ. ഞാൻ പഠിക്കുന്നത് സെൻറ് മാത്യൂസ് LPS കുച്ചപ്പുറം 4C പഠിക്കുന്നു. കൊച്ചേട്ടൻ്റെ കത്ത്. അമ്മ മിണ്ടാതിരി, ഡോക്ടർ പറഞ്ഞാൽ മതി. സ്നേഹമുള്ള DCL കൂട്ടുകാരൻ, എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ? എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്നു. ഒന്ന് വന്ന് ഇരിക്കും മോനെ. എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു. എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാണ്. എൻ്റെ ക്ലാസ്സിൽ പലരും ഡയറ്റ് നോക്കുന്നുണ്ട്. മുറിക്കിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു. ഓ പിന്നെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഡയറ്റ് നോക്കുന്നത്. ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം, അതും സമയത്ത് കഴിക്കണം. വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ച് കഴിക്കുകയും വേണം. ഉറച്ച ശബ്ദത്തോടെ അച്ഛൻ നയം വ്യക്തമാക്കി. ഉച്ച കഴിഞ്ഞ് കളിക്കാൻ പുറത്തു പോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത്. മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല. അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. ദേഷ്യത്തോടെ നോ എന്ന് പറഞ്ഞുകൊണ്ടും ഇരുന്നു. ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ്. വയർ പൊത്തിക്കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു. അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലെത്തി. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി. അരുണിൻ്റെ പാൻക്രിയാസിന് നീരുണ്ട്, ബയോപ്സിക്ക് വിടണം. അരുണിൻ്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മാലിന്യമാണത്രേ. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛന് യെസ് സാർ എന്ന് അരുണും പറഞ്ഞു. കളിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ പണക്കാരുടെ മകളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിൻ്റെ അടിമയായി മാറിയിരിക്കുന്നു. വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നും പരാതിയാണ്. കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമ്മാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. കൂട്ടുകാരൻ, നിങ്ങളും ഈ ഉമ്മാമിയുടെ അടിമകളാണ്. ഉമ്മാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം. തക്കാളി, പനീർ, മട്ടൻ, ചിക്കൻ, മത്സ്യം, കൂണ്, കടൽപ്പായ എന്നീ വയലിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമ്മാമി ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ രുചി കൂട്ടിനായി മോണോസോഡിയം ഗ്ലൂറ്റാമേറ്റ് എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമ്മാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിലെ ഒട്ടേറെ പേർ. ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല, മുതിർന്നവരും MSGയിലൂടെ നിർമ്മിക്കുന്ന ഉമ്മാമിക്ക് അടിമകളാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട. ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്നും പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജിനോമോട്ടോയുടെ ഉമ്മാമിക്ക് കഴിവുണ്ട്. ന്യൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, ബർഗർ പാറ്റീസ്, ഫ്രോസൺ മോമോസ്, ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും MSGയും കൃത്രിമ രുചിയും വിഷമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട്. ചിപ്സ്, ലേസ്, കുർക്കുറെ, നാച്ചോസ്, ചിപ്സ് ബോൾസ്, പപ്സ്, പാനിപ്പൂരി മസാലകൾ, പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളുടെ ആസിഡുകളും MSGയും ചേർക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചോറും കറികളും, നാടൻ കോഴിയും കപ്പയും ബീഫും, അപ്പവും മുട്ടയും പാലും പുട്ടും കടലയും, ചെണ്ടക്ക കപ്പയും കാന്താരിമുളകും ഉള്ളിച്ചമ്മന്തിയുമൊക്കെ കഴിച്ച് നല്ല കല്ല് മസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിന്നുന്ന ഈ കേരള നാടിൻ്റെ തനത് ഭക്ഷണ ശൈലികളും രുചികൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്നതാരാണ്? കൂട്ടുകാരൻ, ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം. അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം. അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല. വയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാക്കൂ. നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം. അമ്മക്കറികളുടെ രുചിയും ആവി പാറുന്ന ചോറിലും